ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇടതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. പിന്നിൽ നിന്ന് വരുന്ന വാഹനം കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. വലതുവശത്തു നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഒരു വശത്തു നിന്ന് വരുന്ന വാഹനം കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം: ഒരു വശത്തു നിന്ന് വരുന്ന വാഹനം കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. ഒരു കവലയിൽ മിന്നുന്ന ആംബർ ട്രാഫിക് ലൈറ്റ് നിങ്ങൾ കാണുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വേഗത്തിൽ കടക്കുക, സ്റ്റോപ്പ് ലൈനിൽ നിർത്തുക, കവലയിലൂടെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക, മുകളിൽ കൊടുത്തിരിക്കുന്നതിൽ ഒന്നുമല്ല. ഉത്തരം: കവലയിലൂടെ ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്തി ഇടതുവശത്തു നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിന്നും വരുന്ന വാഹനം നിർത്തി പിന്നിലൂടെ വരുന്ന വാഹനങ്ങളെ കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം: മുന്നിൽ നിന്നും പിന്നിൽ നിന്നും വരുന്ന വാഹനങ്ങൾ നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഒരു ട്രാഫിക് സിഗ്നലിൽ ആംബർ ലൈറ്റിനു ശേഷം ഈ ലൈറ്റുകളിൽ ഏതാണ് വരുന്നത്? ചുവപ്പ്, പച്ച, പച്ച ആരോ ലൈറ്റ്, ചുവപ്പ് അല്ലെങ്കിൽ പച്ച. ഉത്തരം: ചുവപ്പ് അല്ലെങ്കിൽ പച്ച. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? വലതുവശത്ത് പോലീസ് എയ്ഡ് പോസ്റ്റ്, വലത്തോട്ട് നിർബന്ധമായി തിരിയുക, വലതുവശത്ത് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു, വലതുവശത്ത് പെട്രോൾ പമ്പ്. ഉത്തരം: വലതുവശത്ത് പാർക്കിംഗ് അനുവദിച്ചിരിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പെട്രോൾ പമ്പ്, പാർക്കിംഗ് സ്ഥലം സൈക്കിൾ റിക്ഷകൾ, ഓട്ടോറിക്ഷ പാർക്കിംഗ് നിരോധിച്ചിരിക്കുന്നു, പാർക്കിംഗ് സ്ഥലം ഓട്ടോറിക്ഷകൾ. ഉത്തരം: പാർക്കിംഗ് സ്ഥലം ഓട്ടോറിക്ഷകൾ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? സ്വകാര്യ വാഹനങ്ങൾക്ക് പ്രവേശനമില്ല, പാർക്കിംഗ് സ്ഥലം ടാക്സി, ടാക്സി സ്റ്റാൻഡ്, പോലീസ് വാഹനങ്ങളുടെ പാർക്കിംഗ്, ടാക്സികൾക്ക് പ്രവേശനമില്ല. ഉത്തരം: പാർക്കിംഗ് സ്ഥലം ടാക്സി, ടാക്സി സ്റ്റാൻഡ്. മിന്നുന്ന ചുവപ്പ് അല്ലെങ്കിൽ നീല ലൈറ്റുമായി ഒരു വാഹനം സമീപിക്കുമ്പോൾ നിങ്ങൾ എന്തു ചെയ്യണം? വേഗത കുറച്ച് റോഡിന് ഇടതുവശത്തേക്ക് വാഹനം മാറ്റുക, നിങ്ങൾ എവിടെയാണോ അവിടെ നിർത്തുക, വാഹനത്തെ അവഗണിക്കുക, കഴിയുന്നത്ര വേഗത്തിൽ ഡ്രൈവ് ചെയ്യുക. ഉത്തരം: വേഗത കുറച്ച് റോഡിന്റെ ഇടതുവശത്തേക്ക് വാഹനം മാറ്റുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പാർക്കിംഗ് സ്ഥലം സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും, സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും നിരോധിച്ചിരിക്കുന്നു, സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും നന്നാക്കുന്നു, സ്കൂട്ടറുകൾ പാർക്ക് ചെയ്താൽ പിഴ. ഉത്തരം: പാർക്കിംഗ് സ്ഥലം സ്കൂട്ടറുകളും മോട്ടോർ സൈക്കിളുകളും. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ഇരുവശവും പെട്രോൾ പമ്പ്, ഇരുവശവും പാർക്കിംഗ്, പോലീസ് എയ്ഡ് പോസ്റ്റ്, ഇരുവശവും സർവീസ് റോഡ്. ഉത്തരം: ഇരുവശവും പാർക്കിംഗ്. നിങ്ങൾ ഒരു മെയിൻ റോഡിലെ ട്രാഫിക് ലൈറ്റുകളോ പോലീസുകാരോ ട്രാഫിക് സിഗ്നലുകളോ ഇല്ലാത്ത ജംഗ്ഷനിൽ എത്തുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? വാഹനം നിർത്തി വാഹനത്തിൽ നിന്ന് ഇറങ്ങി മറ്റു റോഡുകളിൽ നിന്ന് വാഹനമില്ലെന്ന് പരിശോധിച്ച് മുന്നോട്ട് പോവുക, വാഹനം നിർത്തി ജാഗ്രതയോടെ മുന്നോട്ട് പോവുക, വഴി വ്യക്തമാണെങ്കിൽ വ്യക്തതയോടെ മുന്നോട്ട് പോവുക, വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോവുക. ഉത്തരം: വേഗത കുറച്ച് ജാഗ്രതയോടെ മുന്നോട്ട് പോവുക.
നിങ്ങൾക്ക് എപ്പോഴാണ് വാഹനത്തിൻ്റെ വലതുവശത്തെ വാതിലുകൾ സുരക്ഷിതമായി തുറക്കാൻ കഴിയുക? മറ്റു ഗതാഗതം ഒന്നും ഇല്ലെങ്കിൽ വാഹനം നിർത്തിയതിനു ശേഷം അപ്പോൾ തന്നെ മറ്റ് കാറുകൾ സൈഡിലേക്ക് സിഗ്നൽ നൽകിയ ശേഷം നിങ്ങൾക്ക് പെട്ടെന്ന് തുറക്കാനും അടക്കാനും കഴിയുമെങ്കിൽ. ഉത്തരം മറ്റു ഗതാഗതം ഒന്നും ഇല്ലെങ്കിൽ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രഥമ ശുശ്രൂഷ, വിശ്രമസ്ഥലം, ആശുപത്രി, ആംബുലൻസ്. ഉത്തരം പ്രഥമ ശുശ്രൂഷ. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിൽ സർവീസ് റോഡ്, മുന്നിൽ പ്രധാന റോഡ്, മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല, മുന്നിൽ പാലം. ഉത്തരം മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല, ഇടത് തിരിവ്, മുന്നിൽ പാലം, ഇടതുവശം സർവീസ് റോഡ്. ഉത്തരം മുന്നിലേക്ക് സൈഡ് റോഡ് ഇല്ല. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? ആശുപത്രി, വിശ്രമസ്ഥലം, പ്രഥമ ശുശ്രൂഷ പോസ്റ്റ്, ക്ലിനിക്. ഉത്തരം വിശ്രമസ്ഥലം. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പ്രഥമ ശുശ്രൂഷ, വിശ്രമസ്ഥലം, ആശുപത്രി, ക്ലിനിക്. ഉത്തരം ആശുപത്രി. നിങ്ങൾ ഒരു റൗണ്ട് ബോട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്താണ് ചെയ്യേണ്ടത്? കുറഞ്ഞ വേഗതയിൽ റൗണ്ട് ബോട്ടിലേക്ക് പ്രവേശിക്കുക. ശരിയായ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. പുറത്തെ പാത മാത്രം ഉപയോഗിക്കുക. അകത്തെ പാത മാത്രം ഉപയോഗിക്കുക. ഉത്തരം ശരിയായ ദിശയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് മുൻഗണന നൽകുക. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. പിന്നിൽ നിന്നും വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിന്ന് വാഹനം കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ചിത്രത്തിൽ കാണുന്ന ട്രാഫിക് ചിഹ്നം എന്തിനെ സൂചിപ്പിക്കുന്നു? പിന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. പിന്നിൽ നിന്ന് വരുന്ന വാഹനം കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. മുന്നിൽ നിന്ന് വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. ഇടതുവശത്ത് നിന്ന് വരുന്ന വാഹനം കടന്നു പോകുവാൻ അഭ്യർത്ഥിക്കുന്നു. ഉത്തരം പിന്നിൽ നിന്നും വരുന്ന വാഹനം നിർത്താൻ അഭ്യർത്ഥിക്കുന്നു. എല്ലാവരും നിങ്ങൾക്ക് കിട്ടിയ സ്കോർ താഴെ മറക്കാതെ കമൻറ്റ് ചെയ്യുക. അതുപോലെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും വീഡിയോ എത്തിച്ചു കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.